സിനിമയിൽ ഒരു കാലത്ത് മിന്നിത്തിളങ്ങിയുന്ന ഒരു മഹാപ്രതിഭയായിരുന്നു കൊച്ചിൻ ഖനീഫ. നടനു പുറമെ സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്ന നിലകളിലും അദ്ദേഹം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 1970കളിൽ പ്രധാനമായും വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ചാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത്. അതിനു മുമ്പ് മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയ ഹാസ്യ നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. മലയാളത്തിലും തമിഴിലുമായി 300-ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. വെളുത്തെഴുത്ത് തറവാട്ടിൽ AB മുഹമ്മദിന്റെയും ഹാജിറയുടെയും 8 മക്കളിൽ രണ്ടാമനായി കൊച്ചിയിലാണ് ഹനീഫ ജനിച്ചത്. കൊച്ചി സെന്റ് അഗസ്റ്റസ് സ്കൂളിലും സെന്റ് ആൽബർട്ട് കോളേജിലും പഠിച്ച അദ്ദേഹം കൊമേഴ്സിൽ ബിരുദം നേടി. അദ്ദേഹം ഫാസിലയെ വിവാഹം കഴിച്ചു. അവർക്ക് സഫയും മാർവയും എന്ന ഇരട്ടക്കുട്ടികൾ ജനിച്ചു. ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്നായിരുന്നു നടന്റെ അന്ത്യം. നടന്റെ വേർപാടിൽ ഇന്നും നടന്റെ കുടുംബം വേദനിക്കുകയാണ്. മലയാള സിനിമക്കുണ്ടായ നഷ്ടങ്ങളിൽ ഒന്നാണ് അദ്ദേഹം. നേരത്തെ തന്നെ അസുഖബാധിതനാണെന്ന് അറിഞ്ഞെങ്കിലും ഈ വിവരം അദ്ദേഹം ആരോടും പറയാതെ മറച്ചുവെച്ചു. കൊച്ചിൻ ഹനീഫയുടെ അവസാന നാളുകളെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ഭാര്യ ഫാസില തുറന്നു പറയുന്നു. കൊച്ചിൻ ഖനീഫയെ ഓർത്ത് ഇന്നും വേദനയോടെ കഴിയുകയാണ് നടന്റെ ഭാര്യയും ഇരട്ടമക്കളും. കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചു. മരണമെന്ന സത്യം ഉൾക്കൊണ്ടെങ്കിലും ചില സമയത്ത് അദ്ദേഹം ഇല്ലല്ലോ എന്ന വേദനയുണ്ട് എന്നാണ് ഭാര്യ ഫാസില പറയുന്നത്. മദ്യപിക്കുകയോ അലസ ജീവിതമോ അല്ലായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ലിവർ സിറോസിസ് തിരിച്ചറിഞ്ഞെങ്കിലും അത് മറച്ചുവെക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചതെന്നും ഫാസില പറയുന്നു. രോഗമുണ്ടെന്ന് അറിഞ്ഞാൽ അഭിനയിക്കാൻ ആരും വിളിച്ചില്ലെങ്കിലോ എന്ന് പേടിച്ചായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത്. സിനിമാക്കാരൻ ആയിരുന്നുവെങ്കിലും വലിയ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന കുറ്റബോധത്തിൽ ഒരു സിനിമയും വിടാതെ അഭിനയിച്ചു. തന്റെ ആരോഗ്യം പോലും നോക്കിയില്ല. ഇനിയധികം സമയമില്ലെന്ന് മനസ്സിലാക്കിയത് പോലുള്ളൊരു ഓട്ടപ്പാച്ചിലായിരുന്നു അദ്ദേഹം. മരിക്കുന്നതിന് 4 മാസം മുമ്പ് മാത്രമാണ് രോഗത്തിന്റെ ഗുരുതരാവസ്ഥ താൻ പോലും തിരിച്ചറിഞ്ഞതെന്നാണ് ഫാസില പറഞ്ഞത്. ഹനീഫയുടെ രോഗത്തിൽ സങ്കടവും ദേഷ്യവും കടിച്ചമർത്തി എന്നോട് സംസാരിച്ചത് മമ്മൂക്കയാണ്. എന്തിനത് അവൻ മറച്ചുവെച്ചു? ഒന്ന് എന്നോട് പറയാമായിരുന്നില്ലേ? എവിടെ കൊണ്ടുപോയാലും നമ്മൾ രക്ഷപ്പെടുത്തുമായിരുന്നില്ലേ എന്നൊക്കെയാണ് മമ്മൂക്ക പറഞ്ഞത്. പിന്നീട് വീണ്ടും മമ്മൂക്കയെ കണ്ടിരുന്നു. കുഞ്ചൻ ചേട്ടന്റെ മകളുടെ കല്യാണത്തിന് കണ്ടപ്പോൾ മക്കളൊക്കെ വലുതായല്ലോ, രണ്ടുപേരും നല്ലോണം പഠിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഫാസില പറയുന്നു.